വേലപൂരങ്ങളും കാളവേലകളും നേർച്ചകളുമായി മാസങ്ങളോളം നീളുന്ന ഉത്സവകാലമാണ് ഇനി പാലക്കാടിന്. മേളത്തിനൊപ്പം താളം ചവിട്ടുന്ന പാലക്കാട്ടുകാർക്ക് പക്ഷേ ഈ ഉത്സവകാലം ആകാംക്ഷയുടേതല്ല, ആശങ്കയുടേതാണ്. ഉത്സവങ്ങൾക്ക് ഏർപ്പെടുത്തിയ പുതിയ നിയന്ത്രണങ്ങൾ എങ്ങനെ ബാധിക്കുമെന്നതാണ് ആശങ്ക. എണ്ണമില്ലാത്ത ഉത്സവങ്ങൾ പാലക്കാടിന് സ്വന്തമാണ്. ആനയും മേളവും കെട്ടുകാഴ്ചകളും വഴിവാണിഭവും എന്ന് വേണ്ട സർവ്വതും പാലക്കാട്ടുകാരുടെ ജീവിതത്തിന്റെ ഭാഗവുമാണ്. അതുകൊണ്ടുതന്നെ ഓരോ വർഷവും ആഘോഷങ്ങൾ കൂടുതൽ ആകർഷണീയമാക്കാനാണ് സംഘാടകർ ശ്രമിക്കുക. കൽപ്പാത്തി തേര് മുതൽ നെന്മാറ വല്ലങ്ങി വേലയുൾപ്പെടെ എല്ലാ ഉത്സവങ്ങൾക്കും പതിവ് തെറ്റിക്കാതെ സംസ്ഥാനത്തിനകത്തും പുറത്തും നിന്ന് ഉത്സവപ്രേമികൾ പാലക്കാട്ടെത്താറുണ്ട്. ഉത്സവപ്പറമ്പിൽ കോലുമിഠായിയും പൊരിയും വിൽക്കുന്നവർ മുതൽ വാദ്യക്കാരും മറ്റു കലാകാരന്മാരും വരെയുള്ളവർക്കെല്ലാം ഒരു വർഷത്തേക്കുള്ള വരുമാനം ലഭിക്കുന്നതാണ് ഉത്സവകാലം. നെന്മാറ വല്ലങ്ങി വേല, മണപ്പുള്ളിക്കാവ് വേല, 3 വർഷത്തിലൊരിക്കൽ നടക്കുന്ന വടക്കന്തറ വലിയ വിളക്ക് വേല, മണ്ണാർക്കാട് പൂരം, കാവശ്ശേരി പൂരം തുടങ്ങിയവയ്ക്കെല്ലാം മുഖ്യ ആകർഷണം കേരളത്തിലെ പേരെടുത്ത ആനകൾ നിരക്കുന്ന എഴുന്നള്ളത്തുകളാണ്. ആനയെഴുന്നള്ളത്തും കുടമാറ്റവും പാണ്ടിയും പഞ്ചാരിയും പഞ്ചവാദ്യവുമില്ലാത്ത ഉത്സവം സ്വപ്നം കാണാൻ പോലും ആകാത്ത ഒട്ടേറെ പേരുണ്ട്. ഈ ആകാംക്ഷയും ആസ്വാദനവും പ്രതീക്ഷയുമൊക്കെ ആശങ്കയ്ക്ക് വഴിമാറുന്നതാണ് ഉത്സവങ്ങളിലെ പുതിയ നിയന്ത്രണങ്ങൾ. പരമ്പരാഗതമായി നടത്തിവരുന്ന വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ ആഘോഷങ്ങളുടെ മാറ്റു കുറയ്ക്കുന്ന ഘട്ടത്തിലാണ് ആനയെഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് കോടതി പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത്. അപ്രായോഗികമായ നിർദ്ദേശങ്ങളാണിവയെന്നും ഇത്തരത്തിൽ കടുത്ത നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നതിനെ വലിയ ആശങ്കയോടെയാണ് ഉത്സവപ്രേമികൾ കാണുന്നത് എന്നുമാണ് ആഘോഷ നടത്തിപ്പുമായി ബന്ധപ്പെട്ട സംഘടനകൾ ഒന്നടങ്കം പറയുന്നത്. ആനകൾ തമ്മിലുള്ള ദൂരക്രമം, ആനയും ജനങ്ങളും തമ്മിലുള്ള ദൂരക്രമം, ആനകളുടെ വിശ്രമ സമയം തുടങ്ങിയവ സംബന്ധിച്ച നിർദ്ദേശങ്ങളാണ് ഉത്സവപ്രേമികളെയും നടത്തിപ്പുകാരെയും ആശങ്കയിലാക്കുന്നത്. പ്രധാന ഉത്സവങ്ങൾ വരാനിരിക്കെ പല ഭാഗത്തും പ്രതിഷേധങ്ങൾ കനത്തിട്ടുണ്ട്. UTV ന്യൂസ്, പാലക്കാട്.